ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം വിചാരിച്ച അവളുടെ കണ്ണീരൊപ്പാൻ പറ്റും. എന്താ നിന്റെ ഉദ്ദേശം? എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ? അല്ല മാഡം, സിത്താര ശ്രീനിവാസന് നിന്റെ ഉപദേശം വേണ്ടി വരുമ്പോ ഞാൻ ചോദിച്ചോളാം. അല്ലാതെ ഇങ്ങോട്ട് കയറി ഉപദേശിക്കണമെന്ന് വരണ്ട. ഇറങ്ങിപ്പോ. പോവാനല്ലേ പറഞ്ഞത്? നമുക്കിനി ഗാഥമേടത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ഇടയ്ക്ക് വന്ന ഒരു അതിഥിയായിട്ട് കൃഷ്ണയെ മറന്നു കളയണം. അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. മാം വന്ന് കഴിക്കാൻ നോക്ക്. നീ പോയിക്കോ സിനി. കുറച്ചെങ്കിലും കഴിക്കും മാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുറച്ച് സമയം എന്നെ വിട്ടേക്ക്. അല്ലെങ്കിൽ ദേഷ്യമോ സങ്കടമോ എന്താ വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പ്ലീസ്. നാളെ വരും. ഓക്കെ. ശരി, ഓക്കെ. മാഡം, വേറൊന്നും തോന്നരുത്. കൃഷ്ണ സർപ്പബലിയിൽ പങ്കെടുക്കുന്നോണ്ട് ഞങ്ങളെല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു. എന്താ ഉണ്ടാകാന്ന് അറിയില്ലായിരുന്നല്ലോ. മാത്രമല്ല കൃഷ്ണ ഇല്ലാത്തോണ്ട് തങ്കേച്ചിയുടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാ 3-4 ദിവസമായിട്ട് ഞാൻ വരാതിരുന്നെ. സിത്താര മാം എന്തെങ്കിലും പറയൂ? സുനന്ദ ജോലിക്ക് കയറിക്കോളൂ. അല്ല മാഡം, സിത്താര മാമിനെ കണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ട്. സിത്താര മാമിനെ സുനന്ദ ഇപ്പൊ കാണണ്ട. മാം നല്ല മാനസികാവസ്ഥയിലല്ല. കൃഷ്ണയെ പറഞ്ഞുവിട്ട് വിഷമം കൊണ്ടായിരിക്കുമല്ലേ? ആണെന്ന് തോന്നുന്നു. അപ്പോ കൃഷ്ണയെ മാഡത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? മാഡം കൃഷ്ണയെ ഗാഥാ മാഡത്തെ പോലെ തന്നെ കാണാൻ തുടങ്ങി അല്ലേ? സുനന്ദയ്ക്ക് അടുക്കളയിൽ ചെല്ലാനും ജോലി തുടങ്ങാനും ഈ ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അല്ല മാഡം, കൃഷ്ണമോളുടെ കാര്യമായതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നോക്കൂ സുനന്ദ, ഞാനിപ്പോ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. സുനന്ദ ചെല്ല്. എന്തായി സുനന്ദേ? ജോലിക്ക് നിക്കാൻ പറഞ്ഞു. സിത്താര മാഡം അല്ല, സിനി മാഡം പറഞ്ഞു. മാഡത്തിനെ കണ്ടില്ലേ? സിത്താര മാഡം എന്തോ ടെൻഷനായിട്ട് കിടക്കുവാണെന്നാ പറഞ്ഞേ. ശല്യപ്പെടുത്തണ്ടെന്നും പറഞ്ഞു. കൃഷ്ണയെ പറഞ്ഞുവിട്ട കാര്യത്തിൽ സിത്താര മാമിന് നല്ല വിഷമമുണ്ട് ഗോപാലേട്ടാ. അത് സിനി മാഡത്തിന്റെ സംസാരത്തിൽ നിന്ന് ഉറപ്പായി. സുനന്ദേ, സിത്താര മാഡത്തിന് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിലേ ഇപ്പൊ നമ്മളത് വളർത്തിയെടുക്കാൻ വേണ്ടത്. ഗാഥയും നവീനുമായിട്ട് പുതിയ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് സ്വന്തം മനസ്സ് തിരുത്തണമെന്ന് സിത്താര മാഡത്തിന് തോന്നുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ കൃഷ്ണയുടെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടി വരില്ല. ഗോപാലേട്ടാ, നീ സിത്താര മാഡത്തിന്റെ അടുത്തേക്കൊന്ന് ചെല്ല്. കൃഷ്ണയുടെ അവസ്ഥയൊക്കെ അവരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ചിലപ്പോ കൃഷ്ണയോട് കളരിക്കിലേക്ക് പോകാൻ സിത്താര മാഡം പറഞ്ഞാലോ? നമ്മുടെ കൃഷ്ണമോക്ക് വേണ്ടിയല്ലേടി. നീ ചെല്ല്. ഇപ്പൊ മുറിയിലേക്ക് ചെന്ന് ബഹളം വെക്കുമെന്ന് അറിയില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അതല്ലേ ഇനി കൃഷ്ണമോൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ. അതെ, നീ ചെല്ല് സുനന്ദേ. നടക്കും. കൃഷ്ണമോളുടെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാവും. നീ ചെല്ല്. മാഡം, കൃഷ്ണ എവിടെ സുനന്ദേ? അവിടെ സങ്കടമൊക്കെ മാറിയോ? ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണോ?
അവള് കരച്ചില് തന്നെയാ മാഡം. കണ്ടാ സഹിക്കില്ല. അവളൊരു പാവം കുട്ടിയല്ലേ. ഇതൊക്കെ ഉൾക്കൊള്ളാൻ എങ്ങനെ അവൾക്ക് പറ്റുക? മാഡത്തിനോട് അവൾക്ക് വെറുപ്പൊന്നും ഇല്ലാട്ടോ. മാഡം സഹായിച്ചതും അമ്മയെ പോലെ ചേർത്ത് പിടിച്ചതും സംസാരിച്ചതും ഒക്കെ എന്ത് അഭിമാനത്തോടു കൂടിയാ അവൾ പറയുന്നതെന്ന് അറിയാമോ? വളരെ വൈകിയാ ഞാൻ അവളെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പറഞ്ഞിട്ടെന്ത് കാര്യം? കാര്യം ശരിയാ. മാഡം സാമ്പത്തികമായിട്ട് സഹായിച്ചതിന് പകരം ചെയ്ത കാര്യമാ. പക്ഷേ ഒരു പുരുഷൻ താലി കെട്ടുക, അയാളുടെ കൂടെ ഇത്രയും കാലം കഴിയാന്നൊക്കെ പറയുമ്പോ, അതും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാകുമ്പോ ഏത് പെൺകുട്ടിക്കായാലും മനസ്സ് കൈവിട്ട് പോവില്ലേ മാഡം? കൃഷ്ണമോൾക്ക് സംഭവിച്ചത് അങ്ങനെയാ. അവള് വല്ലാതെ സ്നേഹിച്ചു പോയി മാഡം. മാഡത്തിനത് മനസ്സിലാവും. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ കണ്ട ഒരാൾക്ക് അവളെ മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? മാഡം വിചാരിച്ച അവളുടെ കണ്ണീരൊപ്പാൻ പറ്റും. എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? അല്ല മാഡം, സിത്താര ശ്രീനിവാസന് നിന്റെ ഉപദേശം വേണ്ടി വരുമ്പോ ഞാൻ ചോദിച്ചോളാം. അല്ലാതെ ഇങ്ങോട്ട് കയറി ഉപദേശിക്കണമെന്ന് വരണ്ട. ഇറങ്ങിപ്പോ. പോവാനല്ലേ പറഞ്ഞത്? ഇതെന്തേ മാഡത്തിന് വട്ടായോ? കണ്ണ് നിറഞ്ഞ് ചോദിക്കുന്ന കേട്ടപ്പോ ഞാൻ കരുതി എല്ലാം ഇപ്പൊ ശരിയാവുന്നു. വെറുതെ മുതല കണ്ണീര് ഒഴുക്കുക മറ്റുള്ളവരെ കാണിക്കാൻ. ഗോപാലേട്ടൻ പറഞ്ഞത് ഒന്നും നടക്കില്ല. കൃഷ്ണയും നവീനൊപ്പം പറഞ്ഞവിടെ ഇനി ആരെ കൊണ്ടും പറ്റില്ല. കഴിച്ചില്ലല്ലോ നീ ഇതുവരെ. എനിക്കൊന്നും വേണ്ട അമ്മേ. ഇത്രയും ദിവസം വ്രതത്തിന്റെ കാര്യവും പറഞ്ഞ് ഒരിക്കലെടുത്തു. സർപ്പബലി കഴിഞ്ഞ് നേരെ പോയത് നവീൻ ആശുപത്രിയിൽ കൂട്ടിരിക്കാന്. ഊണും ഉറക്കം ഒന്നുമില്ലാതെ നാളെ എത്രയായിന്നാ? കോലും കെട്ടു. കണ്ടിട്ട് സഹിക്കുന്നില്ല.